storybook all by himself. 2026 വേൾഡ് കപ്പിൽ നിന്നും പോർച്ചുഗൽ ടീം പുറത്തായി. പക്ഷേ ഈ ഒരു മനുഷ്യൻ ഇതല്ല അർഹിച്ചിരുന്നത്. ആ കളിക്ക് ശേഷം ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയെ കാണുമ്പോൾ ഏത് ടീമിന്റെ ഫാൻസിനായാലും ഹൃദയത്തിനുള്ളിൽ ഒരു വിഷമമുണ്ടാവും. ഫുട്ബോൾ ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിൽപ്പെട്ട ഒരു ഇതിഹാസം തന്നെയാണ് ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നൊരു വ്യക്തിത്വം എന്നതുപോലും. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ പോലും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു ഏക ഇതിഹാസം തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. യൂണിസെഫിന്റെയും വേൾഡ് വിഷന്റെയും സേവ് ദി ചിൽഡ്രൻ അംബാസിഡറുമാണ് അദ്ദേഹം. മാത്രമല്ല തുർക്കിയിലും സിറിയയിലും വെനസ്വേലയിലും ഉണ്ടായ ഭൂകമ്പത്തിൽ തന്നെ അദ്ദേഹം അവിടെ കൊടുത്തയച്ചതുപോലും വിമാനം നിറയെ ഭക്ഷണവും മെഡിസിൻസുമാണ്. മറ്റുള്ള പ്ലെയേഴ്സ് എല്ലാം ശരീരത്തിൽ ടാറ്റു അടിക്കുന്ന സമയത്ത് പോലും രക്തദാനത്തിന്റെ ഏറ്റവും വലിയ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് എപ്പോഴും രക്തം ദാനം ചെയ്യുന്ന ഒരു രക്തദാതാവായി മാറുകയും ചെയ്തു അദ്ദേഹം. ഏതായാലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലായാലും എത്ര വലിയ പരാജയത്തിലായാലും തിരിച്ചുവരവിനായിട്ട് ഒരു വഴിയുണ്ട് എന്ന് ഈ കാലത്ത് ഫുട്ബോൾ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കി കൊടുത്ത ഒരു താരം. താങ്ക് യു ഫോർ ക്രിസ്ത്യാനോ റൊണാൾഡോ.